Any revelation out of the Holy Bible is not from God. ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയ തൻ്റെ വചനങ്ങളാണ് ദൈവവചനമായിട്ട് നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം. ഒരാളുടെ ഉടുപ്പൂരിയോ ഒരാളുടെ കണ്ണിൽ പൊടി വീണോ നിങ്ങൾക്ക് ചിന്തിക്കണം. ചിരിച്ചാ പോരാ, ചിന്തിക്കണം. എന്റെ ദൈവം അടിച്ച കിഴക്കൻ കാട്ടിലെ സ്വഭാവം ചിന്തിക്കണം. ഹല്ലേലൂയ. എത്ര മന്ദമായിട്ടാണ് കിഴക്കൻ കാട് അടിച്ചിരിക്കുന്നത്. കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാത്ത വിധത്തിൽ. നിങ്ങൾ ചിന്തിച്ചു എന്നവരെ. സ്തോത്രം. ഹല്ലേലൂയ. ഇതുമായിട്ട് ബന്ധപ്പെട്ട സമയം പോകുന്നു വേഗത്തിൽ. ഞാൻ നിങ്ങളെ ഒരു ഉദാഹരണം കാണിക്കാം. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ. കർത്താവ് നമ്മെ നടത്തുന്നതായ ചില വഴികൾ, സ്തോത്രം ഹല്ലേലൂയ, നമ്മളുടെ പദ്ധതി അനുസരിച്ചല്ല പലപ്പോഴും ദൈവമക്കളെ ദൈവം നടത്തുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത ചുവട് എങ്ങോട്ട് എടുത്തു വെക്കണം നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം പതറിപ്പോവും. ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. ആ അവസരത്തിൽ പതറാതെ ഇരിക്കുവാൻ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ കോറിയിടുമെങ്കിൽ, ഹല്ലേലൂയ, ആ സന്ദർഭവും മറികടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ജീവനും ചൈതന്യവും ഉള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മെ ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. എന്താണ് ദൈവത്തിന്റെ വചനം? കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? എന്നാൽ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നിങ്ങൾ ഇന്ന് ജീവിക്കുന്നതായി, പ്രത്യേകിച്ച് ഇപ്പൊ ബാംഗ്ലൂർ സിറ്റിയിൽ ഇന്ന് ജീവിക്കുന്നതായി ഈ കാലഘട്ടം നമ്മെ വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏതിലൂടെ വഴിതെറ്റിക്കും? ദൈവ വചനത്തിന്റെ വെളിപ്പാട് ലഭിച്ചവർ എന്ന് പറയുന്ന ചിലർ നിങ്ങളെ തെറ്റിക്കും. ഓ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കാം തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കാം തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. നമ്മൾക്ക് അഭിമാനം ഉണ്ടാകണം ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ഭാഗമാകാൻ. കാരണം എന്നറിയാമോ? നമുക്ക് ഉള്ളത് വിശുദ്ധമായ ഉപദേശമാണ്. ഈ വിശുദ്ധ പലരുടെയും ജീവിതം വഴിതെറ്റിയതായിരിക്കാം. നമ്മൾ നോക്കുമ്പോൾ ചില ദൈവദാസന്മാർ അല്ലെങ്കിൽ ചില മൂപ്പന്മാർക്ക് വഴിതെറ്റി നടക്കുന്നതായിരിക്കാം. പക്ഷേ അതുകൊണ്ട് ഉപദേശത്തിന് ഉറപ്പുള്ള ഒരു സഭാ പ്രസ്ഥാനമാണ് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച്. അസംബ്ലീസ് ഗോഡിലെ ഒരു വലിയ ദേവദാസൻ, അദ്ദേഹം ഒരു അധ്യാപകനാ, ബൈബിൾ അധ്യാപകനാ, എന്നോട് ചോദിച്ചു, നിങ്ങൾ പെന്തക്കോസ്ത്? ഓർത്തു നോക്കുക, അദ്ദേഹം പെന്തക്കോസ്തുകാരനാണ് കേട്ടോ. ഈ ചോദിക്കുന്ന ആള് പെന്തക്കോസ്തുകാരൻ, ഒന്നാന്തരം പെന്തക്കോസ്തുകാരനാ. എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ പെന്തക്കോസ്ത് ആരാധിക്കുന്ന 3 ദൈവങ്ങളെ അല്ലെന്ന്. വളരെ ധൈര്യത്തോടെ ഉത്തരം പറഞ്ഞു. ഫേസ്ബുക്കിലായിരുന്നു ഉത്തരം കൊടുത്തു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കൂട്ടായ്മ കൂടുന്ന സഭാപ്രസ്ഥാനവും ആരാധിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന സത്യ ഏക ദൈവത്തെ. അതിനാ ദൈവത്തെ സ്തുതിച്ച് ബോധപ്പെടുത്താം. ഹല്ലേലൂയ. വിഷയത്തിലേക്ക് വരാം. God who prepares a way in the deepest of the oceans.